അത് നമ്മൾ നിൽക്കുന്നതിന് കുറച്ചടുത്തുള്ള കളമശ്ശേരി ഏരിയയിൽ നടന്ന ഒരു കൊലപാതകം, ജെയ്സി എബ്രഹാമിന്റെ കൊലപാതകം. ആ കൊലക്കേസിൽ 2 പേർ അറസ്റ്റിലായി എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. ഗിരീഷ് കുമാറും സഹായി ഖദീജ അല്ലെ, ഇവർ പിടിയിലായിട്ടുണ്ട്. എന്തായിരുന്നു ഇവരുടെ മോട്ടീവ്? ഒരു കൊലപാതകം നടക്കുമ്പോൾ അതിന് ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണമല്ലോ. അപ്പൊ അതിന്റെ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുക എന്നതാണ്. നമുക്കിതിന്റെ വിശദാംശങ്ങളുമായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ശ്യാംകുമാർ ഉണ്ടോ? വേഗം തിരിച്ച് രാഹുൽ. ശ്യാംകുമാർ നിൽക്കുന്നിടത്ത് ശ്യാംകുമാർ നാടകീയമായി പറഞ്ഞോന്ന് പറഞ്ഞിട്ട് സ്റ്റാം ഇങ്ങനെ 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വെരി ഗുഡ് മോർണിംഗ്. ശ്യാമ, പക്ഷേ അത്ര നല്ല വാർത്തയല്ല നമുക്ക് ആദ്യം പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. കാരണം ഒരു കൊലപാതക വാർത്തയാണ്, അതിന്റെ അപ്ഡേഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഫോളോ അപ്പ് ആണ് ഇപ്പോൾ ഉള്ളത്. 2 പേര് പിടിയിലായിട്ടുണ്ടല്ലേ? തീർച്ചയായും. കാരണം കഴിഞ്ഞ ദിവസം നമ്മളായിരുന്നു ഈ ഡെയ്സി ഫ്ലാറ്റിൽ മരിച്ചു കിടക്കുന്നതായിട്ടൊരു വിവരം കൊടുത്തത്. പക്ഷേ അന്നത് കൊലപാതകമാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറയാൻ പറ്റില്ലായിരുന്നു. തൊട്ടടുത്ത ദിവസം പോസ്റ്റ്മോർട്ടം നടന്നപ്പോഴാണ് തലക്കേറ്റ മുറിവ്. അവരുടെ പേര് ജെയ്സി ആണോ? ജെയ്സി എബ്രഹാം. അവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ തലക്കേറ്റ മുറിവാണ് മരണകാരണമെന്ന് കണ്ടെത്തി. ഡോക്ടർമാരാണ് സംശയം പറയുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അവരുമായി അടുത്ത ബന്ധമുള്ള 2 പേര്, ഒന്ന് ഗിരീഷ് കുമാറും ഒന്ന് ഖദീജയും. ആ ഗിരീഷ് കുമാർ ഇൻഫോ പാർക്കിലെ ജീവനക്കാരനാണ്. ഖദീജ ഇവരുടെ പരിചയക്കാരിയാണ്. 2 പേരും സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയുടെ കയ്യിൽ നിന്ന് സ്വർണം മോഷ്ടിക്കാനുള്ള ശ്രമം അവരെതിർത്തപ്പോൾ അവരെ പിടിച്ച് തള്ളി നിലത്ത് വീണ് തലയടിച്ചാണ് അവരുടെ മരണം സംഭവിച്ചത്. ഈ കേസിലാണ് ഇന്നലെ 3 പേരെ കസ്റ്റഡിയിലെടുത്തു. ഒരാളെ ചോദ്യം ചെയ്തു പറഞ്ഞു വിട്ടു. 2 പേർ കൊലപാതകം നടത്തിയ ഗിരീഷ് കുമാറും ഖദീജയും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ജെയ്സിയുമായിട്ട് ഇവർക്ക് മറ്റ് കണക്ഷൻസ് ഒന്നും ഇല്ല എന്നാണോ? അതായത് ഇവർക്ക് മറ്റ് ബന്ധങ്ങളൊന്നുമില്ല, അങ്ങനെ അല്ല നേരിട്ട് അടുപ്പുണ്ട്. എത്ര വർഷമായിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു. അത്തരം വിവരങ്ങളൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി 2 പേരും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഈ എത്ര വർഷത്തെ ബന്ധം, കാരണം ഇവർ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും വർഷങ്ങളുടെ പരിചയമുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. ഏതായാലും അതിന്റെ കുറച്ചുകൂടി വിവരങ്ങൾ ലഭ്യമാകാനുണ്ട്. ഈ സ്വർണം കണ്ടെടുക്കാനുണ്ട്. സ്വർണത്തിന് വേണ്ടി മാത്രമായിരുന്നോ കൊലപാതകം എന്നുള്ളത് കൂടി അറിയാനുണ്ട്. പ്രത്യേകിച്ച് ഒരു സ്ത്രീ കൂടി പ്രതിയായ കേസാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ മാത്രമേ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കും. ആസൂത്രണം ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളല്ലേ? തീർച്ചയായും അത്തരം വിവരങ്ങളൊക്കെ പോലീസ് തേടുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു സ്ത്രീ അതിൽ പ്രതിയായിട്ട് വരുന്നു. കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് എറണാകുളത്ത് ഒരു കൊലപാതക കേസിൽ ആദ്യ പ്രതികളിൽ ഒരാളായിട്ടൊരു സ്ത്രീ പ്രത്യേകിച്ച് കടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്വർണ്ണം മോഷ്ടിക്കാനുള്ള ഒരു മോട്ടീവുള്ള കേസിൽ. ഈ മരിച്ച ഇവരൊക്കെ തന്നെ കുറെ നാളായിട്ട് ഈ കൊച്ചി തന്നെ ഉള്ളവരാണോ? കളമശ്ശേരി തന്നെ ഉള്ളവരാണോ? അത്തരം വിവരങ്ങളൊക്കെ ഉണ്ടോ? അവര് കൊച്ചിയിൽ 2 പേരും കൊച്ചിക്കാരാണ്, സമീപവാസികളാണ്. ഒരാൾ ഇൻഫോ പാർക്കിലെ ജീവനക്കാരനാണ്. വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോമിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നയാളാണ്. വളരെ പെട്ടെന്ന് പോലീസ് അന്വേഷണത്തിലേക്ക് എത്തി. നമ്മുടെ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ PV ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു പ്രതികളെ പിടിച്ചത്. പെട്ടെന്ന് തന്നെ അവരെ കണ്ടെത്തി, അവരെ നിരീക്ഷണത്തിൽ വെച്ച് ഒരിടത്തും പോകാൻ സമ്മതിച്ചില്ല. വിളിച്ചു വരുത്തി കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് രേഖപ്പെടുത്തി. എനിക്ക് തോന്നുന്നു ശ്യാമിന്റെ പ്രധാനപ്പെട്ട ഒരു വാർത്താ ശേഖരണം ഇത് തന്നെയായിരിക്കും. ഇതിന്റെ കുറച്ചുകൂടെ അപ്ഡേഷൻസ് ഒക്കെ വരും മണിക്കൂറുകളിൽ വരുമല്ലോ പുറത്തു. തീർച്ചയായും. ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ, പ്രത്യേകിച്ച് ഇവരുടെ മോട്ടീവ് എന്താണ്, ഈ സ്വർണ്ണമോഷണം മാത്രമായിരുന്നു എന്നുള്ള നേരത്തെ പ്രജിൻ ചോദിച്ച പോലുള്ള വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അല്പസമയത്തിനൊക്കെ നമുക്കത് കൂടുതൽ വിവരങ്ങൾ മോർണിംഗ് ഷോയിലൊക്കെ പങ്കുവെക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ശരി. അപ്പോൾ ശ്യാം നടക്കല്ലേ? ശ്യാം നമ്മുടെ കൂടെ നടക്കുക. ഈ പറയുന്നത് പോലെ ഈ ആരോഗ്യ വർധനയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ചീത്തശീലങ്ങളൊക്കെ ഉപേക്ഷിക്കുക കേട്ടോ. ശ്യാമിന് അങ്ങനെ ചീത്തശീലമൊന്നുമില്ല. ഈ പറയുന്നത് പോലെ ചില വാർത്തകളൊക്കെ കൊണ്ടുവരിക എന്നതിനപ്പുറമായി ചീത്തശീലങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോശം ഭക്ഷണം വിളമ്പുന്ന ഹോട്ടലിൽ പൂട്ടിക്കുക, ഇതൊക്കെയാണ് ശ്യാമിന്റെ പ്രധാനപ്പെട്ട ഒരു ഹോബിയായിട്ട് വരുന്നത്. അങ്ങനെയാണ് ശ്യാം? അങ്ങനെയാണോ? അങ്ങനെയില്ല. ആളുകളുടെ ആരോഗ്യം മോശമാക്കുന്ന ഹോട്ടലുകൾ കണ്ടാൽ നമ്മൾ വെറുതെ ഇവിടെ അതാണ് പോയിന്റ്. നമ്മളും കഴിക്കുന്ന അതേ ഹോട്ടലുകളിൽ പിന്നെ രാവിലെ ശ്യാം എഴുന്നേക്കുന്നത് തന്നെ സമൂഹത്തിന് വിപത്തുണ്ടാക്കുന്ന ആർക്കൊരു പണി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ്.